ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാനിന്ന് പോകുന്നത് സാറ്റർഡേ ഇവിടുന്ന് തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ ഗുരുവായൂർ പോവുകയാണ്. എന്തായാലും ഗുരുവായൂർ അമ്പലത്തിലെ ദർശനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വൈകിട്ട് 5:45 5:30 ട്രെയിൻ എടുക്കുന്നത്. രാത്രി ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ ഇത് ഗുരുവായൂരെത്തും. പിന്നെ അടുത്തുനിന്ന് ഫ്രഷായി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഗുരുവായൂർ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പോകുന്ന ട്രെയിൻ നിങ്ങൾക്ക് കാണിച്ചു കിടക്കുന്നുണ്ട്. ഇതാണ് ട്രെയിൻ ഉണ്ടോ? ഇത് തിരുച്ചിറപ്പള്ളിയൊന്നും വന്ന് ഇവിടെ കിടക്കുന്നതാണ്. പിന്നെ ഇവിടെ നേരത്തെ പോകുന്നത് ട്രെയിനാണ്. ഇവിടുന്ന് ഇൻ്റർസിറ്റി ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ്. ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണ്. അങ്ങനെ ഞാനിന്ന് 12 മണിയായപ്പം ഗുരുവായൂർ എത്തിയാട്ടോ ആ ട്രെയിൻ. പക്ഷേ ഞാൻ ഏതാണ്ട് എറണാകുളം നിന്നാണ് വന്നത്. എന്നുവെച്ചാൽ അത്ര തിരക്കായിരുന്നു. എറണാകുളം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ഇങ്ങോട്ട് മഴയും കൂടെ. അപ്പോൾ അതുകൊണ്ട് ഒരു യാത്ര ഒരു നല്ല തിരക്കായിരുന്നു. എനിക്കൊന്ന് സാറ്റർഡേ കൊണ്ടായിരിക്കും നല്ല തിരക്ക്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് വന്നത് മഴയും കൂടെ ആയപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് പോയി ഇവിടെ ഒരു ഫ്രഷപ്പ് എന്നുള്ളൊരു ഇതുണ്ട്, ഒരു റൂമുണ്ട്, കോട്ടേജ് പോലെയൊക്കെ ഉണ്ട്. അവിടെ പോയി ഒന്ന് ചോദിക്കണം ഇപ്പം തിരക്കാണ്ട് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവിടെ കുടുംബശ്രീ തന്നെ ഒരു ഇതുണ്ട്, അവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റും. റേറ്റും കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ടീച്ചേഴ്സ് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഇനി അങ്ങോട്ട് പോകാം. അമ്പലത്തിൽ അങ്ങോട്ട് ഇപ്പോൾ എന്തായാലും നടന്നേ പോകുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറ്റും. തിരുവനന്തപുരത്ത് നിന്ന് ഇൻ്റർസിറ്റി ഈ ട്രെയിനിൽ ഗുരുവായൂർ വരാൻ വേണ്ടി ഒരാൾക്ക് 110 രൂപയുടെ ചാർജ്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് കേട്ടോ. ജനറൽ കമ്പാർട്ട്മെൻറ്റ് സീറ്റ് കുഴപ്പമൊന്നുമില്ല, പൊക്കെ തന്നെ. പിന്നെ സീറ്റ് കിട്ടില്ലെന്ന് എനിക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ള എറണാകുളത്ത് കിട്ടിയുള്ളൂ. പക്ഷേ എന്തായാലും 110 രൂപയ്ക്ക് നമുക്ക് ഇവിടെ വരാം, ഗുരുവായൂർ എത്താൻ പറ്റും. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്നലെ രാത്രി ഇവിടെ എത്തിയേട്ടാ. രാത്രി എത്തി കുറച്ച് റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആയതുകൊണ്ട് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഡോർമെറ്ററി ഉണ്ടായിരുന്നു, ഇവിടെ കുടുംബശ്രീയുടെ ഡോർമെറ്ററി ഉണ്ടായിരുന്നു. അവിടെ നല്ല ഫുൾ തിരക്കായിരുന്നു. അങ്ങനെ എനിക്ക് പടിഞ്ഞാറേ നടയിൽ കാവേരി ടൂറിസ്റ്റ് ഹോം എന്നുള്ളൊരു റൂമുണ്ടായിരുന്നു. അത് കിട്ടി എനിക്ക്. അതായത് AC കൊള്ളാണ് കേട്ടോ. അപ്പം സിംഗിളായിട്ട് തന്നു വരും. പക്ഷെ എനിക്ക് നല്ലൊരു റേറ്റിന് അവർ തന്നായിരുന്നു. ഇനിയിപ്പം രാത്രി 2 മണിക്കാണ് ഞാൻ കേറ്റ് ചെയ്യുന്നത്. 1250 രൂപയാണ് AC ചാർജ്. എന്തായാലും നല്ല റൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഹോട്ടലിലെ നമ്പരും ഇതെല്ലാം കൂടെ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. നല്ലൊരു റീസണബിൾ റേറ്റാണ് കേട്ടോ. ഇവിടെ വന്ന് എന്തായാലും പടിഞ്ഞാറ് നല്ല തൊട്ടടുത്താണ്. നമുക്ക് കുറച്ച് തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്താൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ദർശനം കഴിഞ്ഞിട്ട് വരാം. അവിടെ ഫോൺ അലോഡ് അല്ല, അതുകൊണ്ട് അങ്ങോട്ട് ഫോണൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. കണ്ട അമ്പലം എന്തോ അവിടെയാണ് കേട്ടോ. ആ സൈഡിൽ അമ്പലത്തിൽ പോകണം. ഇതാണ് ആ ടൂറിസ്റ്റ് ഹോം കേട്ടോ. ഉണ്ടോ? ഫുള്ള് AC ഉണ്ട്, നോൺ AC ഉണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ടോ? അതിൽ പാർക്കിംഗ് ഉണ്ട്. കണ്ടോ? നല്ല പാർക്കിംഗ് ഉണ്ട്. ഞാനെടുത്ത റൂം ഇതാ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഞാനെടുത്ത റൂം. ഞാനങ്ങനെ അമ്പലത്തിലൊക്കെ കേട്ടിരുന്നു തരാം. ഞാൻ ഇവിടുന്ന് 7 മണിക്ക് പോയി കേട്ടോ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഇറങ്ങിയത് ഏകദേശം 12:30 മണിയായി. അത്ര ക്യൂ ആയിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് സ്പീഡായിട്ട് പോയി. എന്നാലും അത്ര സമയം ക്യൂ നിന്ന് കേട്ടോ. വന്നിട്ട് ഇവിടെ ഒരു അന്നദാനം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ ഇത് തിരക്കാണോ എന്നൊന്നും അറിയില്ല. കാരണം ഞാൻ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചെടുത്തുണ്ട്. ഇതാണ് അമ്പലക്കുളം കണ്ടോ. ഇവിടെ വീഡിയോ കുറച്ച് അലൗഡ് ഇല്ല, എന്നാലും എടുക്കുകയാണ് ഈ സൈഡൊക്കെ. അതും ആ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് എന്തായാലും വീഡിയോ അലൗഡ് ഇല്ല കേട്ടോ. ഇവിടെ മാത്രം അലൗഡ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല, ഞാൻ കുറച്ച് പേരൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ എടുത്തതാണ് കേട്ടോ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കുന്നുണ്ട്. രാവിലെ ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. എപ്പോഴും ഉണ്ട്. ഹായ്, ഞാൻ അവിടെ നിന്ന് ദർശനമെല്ലാം കഴിഞ്ഞു. അവിടെ നിന്ന് സദ്യ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ആനക്കോട്ടയിലോട്ടാണ് പോകുന്നത്. ആനക്കോട്ടയിൽ ഞാൻ ഓട്ടോയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഓട്ടോയ്ക്ക് ഒരാൾക്ക് 100, 4 പേരായാലും 100 എന്ന് പറഞ്ഞു. ഞാൻ ബസ്സിന് പോകുമ്പം അത്രയില്ല. 10 രൂപയിലെ മാക്സിമം 10 15 രൂപ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഗുരുവായൂർ എൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൽ അവിടെ നിൽക്കുകയാണ്, ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ഞാൻ അവിടുന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആനക്കോട്ടയിൽ വന്നിട്ട് ബസ്സിലാണ് വന്നത്. 15 രൂപയാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ഇവിടെ വന്ന് ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ. കുട്ടിക്ക് 10 രൂപ. അപ്പോൾ ഇതിനകത്ത് ക്യാമറയൊക്കെ അലോടെ ഉണ്ടെങ്കിലും പൈസ ആണെന്ന് അവിടെ എഴുതിക്കുന്നത്. മൊബൈൽ ഫോണിന് 25 രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഞാനിവിടെ വീഡിയോ എടുത്ത് കേട്ടോ. ആന ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ട. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു 1 2 3 4 ആന ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ആനയെ കുളിക്കുന്ന കുളമാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത്. കണ്ടത്
കാരണം ഇവിടെ ഫുൾ സെക്യൂരിറ്റി ആണ് കേട്ടോ. മുൻപത്തെ പോലെ അല്ല ഇവിടെ. ഇവിടെ അതിനകത്തൊരു കൊട്ടാരം പോലെ ഒരു ചെറിയൊരു കൊട്ടാരം പോലെയൊക്കെ ഉണ്ട്. അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. ഫുൾ 4 ഇവിടെ നിൽക്കാനാണ്. 4 സൈഡിലും സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ആനയെ കുളിക്കുന്ന സ്ഥലം കേട്ടോ. ഒരു വലിയൊരു കുളം കേട്ടോ. ആന ഇറങ്ങി പോകാനുള്ള വഴിയൊക്കെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ചെറിയൊരു കുട്ടി ആന കേട്ടോ. ആ കുട്ടി ആനയ്ക്ക് ആഹാരം കൊടുക്കും. ഇവിടെ മിക്ക ആനയ്ക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ടൈം അതാണെന്ന് തോന്നുന്നു. ഞാനുണ്ട് ആ കുട്ടി ആന ഉണ്ടാകും നിൽക്കുന്നത്. അത് കിടന്നിങ്ങനെ ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിന് ആഹാരം അതിൻ്റെ ചോറ് അങ്ങനെ എന്തോ മരുന്നൊക്കെ മിക്സ് ചെയ്ത സാധനമാണ് കൊടുക്കണമെന്നുണ്ട്. കണ്ടോ ഒരു ആകെ കൊച്ചു കുട്ടിയായിട്ടാണ്. അത് കണ്ടോ കഴിക്കാനുള്ള സാധനമായിട്ട് പോകുന്നതാണ്. ബാക്കിൽ ഫ്രണ്ടിലും എല്ലാം ചങ്ങനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ആനയ്ക്ക് മാത്രം ആഹാരം കൊടുക്കുന്നത് അല്ലാണ്ട് ആ ഒരു തൊട്ടി പോലെ കെട്ടി വെച്ച് തന്നെ അവിടെയാണ് വെച്ചിരുന്നത് കേട്ടോ. എന്നിട്ടാണ് അതൊക്കെ അതിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പം എന്തെങ്കിലും ഇതായിരിക്കും അത് നോക്കിക്കണം. അയാളുടെ തണ്ട് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുന്നത് കാണിച്ചത്. തണ്ട് അവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടത് മറ്റേ പാപ്പാൻ പറയുമ്പോൾ മാത്രമേ അത് പോയി അത് എടുക്കുകയുള്ളൂ. എന്തെങ്കിലും മതം എല്ലാം വിട്ടു നിൽക്കുന്ന പോലെ ആയിരിക്കും. പറയുമ്പോൾ മാത്രമേ അത് എടുക്കുകയുള്ളൂ. പറയുമ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും. അടുത്തത് വെച്ചിട്ട് അത് പോവുകയുള്ളൂ. പിന്നെ അത് നല്ല അനുസരണമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം കേട്ടോ. ഒരുപാട് അങ്ങ് നശിച്ചു പോയി. ഒരുപാട് നശിച്ചു പോയി. ഈ ചില സ്ഥലങ്ങളിലൊക്കെ അവർ ചെറിയ കമ്പി തൂണുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് പഴയ ഒരു മയൂരം സിനിമയുണ്ടല്ലോ, ആ സിനിമയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കുറച്ചുകാലം മുമ്പേയൊക്കെ ഞങ്ങൾ വന്നപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് കയറാൻ അവിടെ ഒരു പടിയുണ്ട്. ആ പടിയിലൊക്കെ പോയി ഇരിക്കാമായിരുന്നു. ഇപ്പം അങ്ങോട്ടൊന്നും അലവിടല്ല. കാരണം അത് നശിച്ച് ഇതാവാറ്. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ മേളിൽ ഒരു ഷീറ്റൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടോ. എത്രയോ വർഷം പഴക്കമുള്ളതായിരിക്കുമല്ലോ. ഈ കാട്ടിൻ്റെ നടുക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഒരു ആനയെ കണ്ടോ. അതിനെ കിടത്തി കുളിപ്പിക്കാനുണ്ടോ. 3 പേരുണ്ട്. 3 പേരും കൂടി ചവിലിയൊക്കെ വെള്ളിച്ച് നല്ല വൃത്തിയായി തേച്ച് കഴിയും. അത് നല്ല അനുസരണയോടെ കിടക്കണമെന്നില്ല. ഓരോ അനക്കമില്ല. ഉണ്ടോ. ഞാനിവിടെ ചോദിച്ചപ്പോഴേ ഇവിടെ ഉദ്ദേശം ഏതായാലും 40ഓളം ആന ഉള്ളതാണ്. അതിലും മതപ്പാടുള്ളതും ഇല്ലാത്തതായിട്ടുള്ളത് ഒരുപാടുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ കുറച്ചുകൂടി മതപ്പാടുള്ള ആനകളെയൊക്കെ കുറിച്ച് ബാക്ക് സൈഡിലോട്ട് അങ്ങോട്ട് നേരത്തെ വന്ന വഴി അങ്ങോട്ടാണ് അവരതിനെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇവിടെയും ചില മതപ്പാട് ആനകളുണ്ടെന്നാണ് പറയുന്നത്. വലിയ പ്രശ്നമില്ലാത്ത ആന ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഗുരുവായൂർ ആനയോട്ടത്തിനൊക്കെ ഇവിടെ നിന്നാണ് ആനയെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ. ഇവിടെ എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. ഗുരുവായൂർ വരുമ്പോൾ ഈ ആനക്കോട്ടയിൽ വന്ന് കയറിയിട്ട് പോകണം. നല്ലത്. ഒരു 15 രൂപ എടുത്ത് കഴിഞ്ഞാൽ ബസ്സിൽ വന്ന് നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ഇവിടെ വന്നത്. ഇവിടെ ചെറിയ വരുമ്പത്തിലൂടെ ഫ്രണ്ടിൽ ക്യാൻറ്റീനുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എല്ലാ സൗകര്യമുണ്ട്. ബസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് നടക്കണ്ട. ഇപ്പം ഇങ്ങോട്ട് റോഡിൽ ഞാൻ നടക്കണ്ട. 2 സെക്കൻഡ് നടന്നാൽ നിങ്ങൾ ഇവിടെ എത്താം. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഗുരുവായൂർ എന്നുള്ള കാഴ്ച.